ഈ കേസിന്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സിലേക്ക് കൂടി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകേണ്ടതുണ്ട്. അതായത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കാനാണ് സാധ്യത. നൃപനാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി നോക്കാം. ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എങ്ങനെയാണ് ഈ അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏത് വഴിക്കാണ്? അവർ ഉടനെ തന്നെ കേസ് ഏറ്റെടുക്കുമോ? തീർച്ചയായും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഉത്തരവ് ഇന്ന് ഔദ്യോഗികമായി ഉത്തരവ് പുറത്തിറങ്ങും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ക്രൈംബ്രാഞ്ചിന്റെ തന്നെ ആ വിഭാഗത്തിന്റെ DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, ഒപ്പം തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ SP-മാരായിരിക്കും അതാത് ജില്ലകളിലെ പ്രവർത്തനം ഇതിൻ്റെ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുക. ഒപ്പം തന്നെ IG-യുടെ മേൽനോട്ടത്തിലാണ് സമഗ്രമായ അന്വേഷണം. പാറശാല മുതൽ ഈ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശത്തും സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ NGO കോൺഫെഡറേഷൻ്റെ തന്നെ ഇതിൽ 1000-ഓളം സംഘടനകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ പറയുന്ന CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തു കൃഷ്ണൻ പറയുന്ന ദേശീയ കോർഡിനേറ്ററാണെന്ന് ആദ്യം പരിചയപ്പെടുത്തുന്ന ആനന്ദകുമാർ ആണ് എന്ന കാര്യം ഈ ആദ്യ യോഗത്തിലെ വിശദാംശങ്ങൾ വച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിരവധി പേർ തട്ടിപ്പ് സംഘങ്ങൾ, ചില സ്ഥലത്ത് തിരുവനന്തപുരത്ത് സീഡ് എന്ന പേരിൽ, ഒരിടത്ത് ദീപ്തി ചാരിറ്റബിൾ സൊസൈറ്റി, അങ്ങനെ പല തരത്തിലാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഏകോപിപ്പിച്ചിട്ടുള്ള പരിശോധനയായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം നടത്തുക. തിരുവനന്തപുരത്ത് മാത്രം പോത്തങ്കോട് പ്രദേശത്ത് ഒറ്റശേഖരമംഗലത്തും പാറശാലയിലുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ NGO കോൺഫെഡറേഷൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് മാത്രം 1300-ഓളം പരാതികൾ തലസ്ഥാന ജില്ലയിൽ മാത്രം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം റിപ്പോർട്ട് ചെയ്താണ് പോത്തങ്കോട് നിന്ന് പരാതി ലഭിച്ചു, ഒപ്പം തന്നെ ഈ വെമ്പായത്ത് നിന്ന് പരാതി ലഭിച്ചു, മംഗലപുരത്ത് നിന്ന് പരാതി ലഭിച്ചു, പാറശാലയിൽ നിന്ന് പരാതി ലഭിച്ചു, ഒറ്റശേഖരമംഗലത്ത് കഴിഞ്ഞ ദിവസം 130-ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ വിവിധ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ ഇങ്ങനെ CSR ഫണ്ടുണ്ട് എന്ന പേരിൽ സമീപിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ തന്നെ അവിടുത്തെ വാർഡ് മെമ്പർമാരെ സ്വാധീനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് ഇങ്ങനെ ഉപകരണങ്ങൾ ലഭിക്കും, തയ്യൽ മെഷീൻ ലഭിക്കും, ലാപ്ടോപ്പ് ലഭിക്കും, സ്കൂട്ടർ ലഭിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്നു. ആദ്യം പല പഞ്ചായത്ത് മെമ്പർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആദ്യമായി ഇവർ വാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വിശ്വാസത്തിലെടുത്ത് ഈ നെറ്റ്വർക്ക് വലിയ തരത്തിൽ വ്യാപിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച സമഗ്രമായ പരിശോധന, വെവ്വേറെയല്ല, അതാത് ജില്ലാ ക്രൈംബ്രാഞ്ച് DSP-മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഈ കേസുകളെ സംബന്ധിച്ച്, ആകെ ലഭിക്കുന്ന കേസുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പരിശോധിച്ചായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. ഈ അനന്തകൃഷ്ണനെ സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരമെന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഒരു 10 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി ഇവർ പിരിച്ചെടുത്തത്. എന്നിട്ട് ഇവർ സാധാരണ ആദ്യഘട്ടത്തിൽ ജില്ലകളിലും സംസ്ഥാനത്ത് വ്യാപകമായി പല സംഘങ്ങൾ വഴി ഇവർ വിതരണം ചെയ്തത് 20 കോടിയുടെ സാധനങ്ങളാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ 10 കോടി ഈ പറഞ്ഞ NGO CSR ഫണ്ടിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്നും ആ ഘട്ടത്തിൽ അനന്തകൃഷ്ണന് ഒരു തുകയും ലഭിച്ചിരുന്നില്ല. 10 കോടി രൂപ പിരിച്ചെടുത്ത ശേഷം 20 കോടി രൂപയുടെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അനന്തകൃഷ്ണനെ ഏതെങ്കിലും തരത്തിൽ പിന്നിൽ നിന്ന് ആരെങ്കിലും സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് ആനന്ദകുമാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആനന്ദകുമാർ പല ഘട്ടങ്ങളിലും ആദ്യ യോഗത്തിൽ തന്നെ ദേശീയ കോർഡിനേറ്ററാണ് എന്ന കാര്യം അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തുന്നു. വിശ്വസിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഏതെങ്കിലും തരത്തിൽ കാശ് ലഭിച്ചില്ല എങ്കിൽ താൻ ഈ സാധനങ്ങൾ നൽകിക്കൊള്ളാം എന്ന് ഈ യോഗത്തിൽ ആദ്യം ആനന്ദകുമാറാണ് കാര്യങ്ങൾ വിശദമാക്കുന്നത്. മാത്രമല്ല 2024 തിരുവനന്തപുരത്ത് വെച്ച് പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുവാദം വാങ്ങുന്നതും ഈ ആനന്ദകുമാറാണ്. ഈ സത്യസായി ബാബ ഓർഫനേജ് ട്രസ്റ്റിൻ്റെ പേരിലാണ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. അതിനുശേഷം അനന്തകൃഷ്ണനെ പ്രധാനമന്ത്രിയെ അടുത്ത് കൊണ്ടുപോകുന്നതും വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതും ഈ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുന്നതും മാത്രമല്ല പലതരത്തിൽ സംശയം ഉന്നയിച്ച പ്രമുഖരെയെല്ലാം ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു CSR ഫണ്ടുണ്ട്, കോടികളുടെ ഇടപാടാണ്, എല്ലാവർക്കും ഇങ്ങനെ സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതും ആനന്ദകുമാറാണ് എന്ന വിവരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ വമ്പന്മാരിലേക്ക് പോകാനുള്ള വലിയ ഗൂഢാലോചനയുണ്ട്. 1000 കോടി രൂപ ഇത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തു. ഈ അക്കൗണ്ടിലൊന്നും ഈ പണം ഇപ്പോൾ ഇല്ല. പൂർണ്ണമായി ഈ പണം പിന്നെ എങ്ങോട്ടാണ് പോയത്? അപ്പോൾ പിന്നിൽ നിന്ന് നയിക്കുന്ന ചില ശക്തികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന കാര്യം
ഏറെക്കുറെ വ്യക്തമാണ്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണമാണ്. നേരത്തെ മനു തന്നെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക കുറ്റാന്വേഷണ അന്വേഷിക്കുന്ന ദേശീയ ഏജൻസികൾ, ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് സംഘം, അങ്ങനെ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇതിൻ്റെ അന്വേഷണ സംഘത്തിനും ഇതിൻ്റെ ഈ പറഞ്ഞ പിന്നിൽ പ്രവർത്തിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ, വലിയ രാഷ്ട്രീയക്കാർക്ക് ഇതിൻ്റെ പിന്നിലുണ്ടോ, നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ നിന്നുപരിയായി പ്രധാനമന്ത്രിയിലേക്കും ദേശീയ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്ന വലിയ കണ്ണിയായി ഈ ആനന്ദകുമാർ മാറുകയാണോ? കാരണം 2024 പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അനന്തകൃഷ്ണനെ കൊണ്ടുപോകുന്നു, വിശ്വാസ്യത വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങിലെല്ലാം ഇതിൻ്റെ ചിത്രങ്ങളും അവരുടെ ബന്ധങ്ങളും ദേശീയ ബന്ധങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഉപഭോക്താക്കളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വമ്പൻ തട്ടിപ്പാണ്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം പോകുന്നത്. മനു, ശരി, നോക്കാം. ഏതായാലും വമ്പൻ തട്ടിപ്പാണ് ഈ പറഞ്ഞതുപോലെ. സമഗ്രമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് പോകുമ്പോൾ അതിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നറിയാൻ ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ തട്ടിപ്പുകാരനെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ കൃത്യമായിട്ട് തന്നെ വേണം.